നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലത്തെ ഒരു വിഭാഗം, അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ആശങ്ക, രാഹുൽ ആത്മഹത്യ ചെയ്യുമോ തുടങ്ങിയ ഒരുപാട് വേവലാതികളുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇന്നും കീഴടങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ നടന്ന വാദത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? മുഖ്യധാരാ മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തിൽ അങ്ങനെ ആധികാരികമായ വിവരങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരുന്നു നടന്നത് എന്നുള്ളത്? പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ എസ് രാജീവാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തു. ഇതിൽ വലിയ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ രാഹുൽ ടീമിൽ ആവേശിച്ചിരിക്കുന്നു. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്നലത്തെ സെഷൻസ് കോടതിയിൽ നിന്നുള്ള വിധി. ആ വിധി പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്ര ശക്തമായ പരാമർശങ്ങൾ ആ വിധിയിൽ എടുത്തു പറയാനില്ല. ജാമ്യം നിഷേധിച്ചു എന്നത് വാസ്തവമാണെങ്കിലും ബലാത്സംഗ കുറ്റം പോലും പൂർണ്ണമായി കോടതി അംഗീകരിക്കുന്നില്ല. ഗർഭഛിദ്രത്തിന് വേണ്ട നിർബന്ധം അല്ലെങ്കിൽ ഭീഷണി ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെലുത്തിയോ എന്ന സംശയം കോടതി ഉയർത്തുന്നുണ്ട്. മറ്റ് പരാതിക്കാരിയുടെ വാദങ്ങളൊന്നും പൂർണ്ണമായി കോടതി അംഗീകരിക്കുന്നില്ല. ഇതുതന്നെയാണ് രാഹുൽ ടീമിന് വന്നിരിക്കുന്ന ഒരു ആത്മവിശ്വാസം. ഇന്നലെ സെഷൻസ് കോടതി വിധിയുടെ പിന്നാലെ രാഹുൽ കീഴടങ്ങുന്നു, രാഹുലിനെ പിടിച്ചുകെട്ടി ഹോസ്ദുർഗിലെ ഒരു കോടതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ വലിയ പ്രചരണ കോലാഹലങ്ങളുണ്ടായി. അതിന് പിന്നാലെ മാധ്യമങ്ങളുടെ പരക്കമ്പാച്ചിൽ. എന്നാൽ ഈ വിധി എന്താണെന്നോ വിധിയുടെ വിശദാംശങ്ങൾ എന്താണെന്നോ ആരും ചർച്ച ചെയ്തില്ല ഒരു വശത്ത്. മറുവശത്ത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളത്തിലിറങ്ങി. രാഹുൽ ഒരു വലിയ ലൈംഗിക വൈകൃതമുള്ളയാളാണ്. രാഹുലിൽ ഇത് അവസാനിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ മുഖം തന്നെ ഇത്തരം ലൈംഗിക വൈകൃതമുള്ളവരുടേതാണ് എന്ന തലത്തിൽ മുഖ്യമന്ത്രി കൂടി കളത്തിലിറങ്ങിയതോടെ കോൺഗ്രസ് തീർത്തും വെട്ടിലായി. കാരണം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ ഒരു തലത്തിലും അനുകൂലിക്കേണ്ട. നേതാക്കളൊക്കെ മത്സരിച്ച് ഇന്നലെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തി. കെട്ടഴിച്ചു വിട്ടതുപോലെ കോൺഗ്രസിലെ ഈ വനിതാ നേതാക്കളൊക്കെ രാഹുലിനെതിരെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു. അവരൊക്കെ ഫേസ്ബുക്കിൽ തോന്നിയ പാടെ പോസ്റ്റ് ചെയ്യുന്നു. നേതാക്കൾക്കൊക്കെ അവരെന്താണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പോലും നിശ്ചയമില്ല. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം വീണപ്പോൾ കോൺഗ്രസും സ്വയം അങ്ങ് ആത്മാഹുതി ചെയ്യാമെന്നേറ്റു. എന്നാൽ അതിലപ്പുറം ചില യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. രാഹുലിനെ വിശുദ്ധരാക്കാനോ രാഹുലിലേക്ക് ഒരു നന്മവരത്തെ കൊണ്ടുവരാനൊന്നും ഇനി ആർക്കും കഴിയില്ല. കാരണം രാഹുൽ സ്വയം തൻ്റെ തെറ്റ് അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത്. ഇവിടെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ. ഒന്ന്, കോടതിയുടെ മുന്നിലുള്ള ചില കാരണങ്ങൾ. മറ്റൊന്ന്, ഇന്നലെ കോടതിയിൽ എന്താണ് സംഭവിച്ചത്, വിധിന്യായത്തിൽ എന്താണ്, എന്തുകൊണ്ടാണ് രാഹുൽ കീഴടങ്ങാതെ വീണ്ടും ഒരു യുദ്ധത്തിനൊരുങ്ങിയത്. പിണറായി വിജയൻ നേർക്കുനേർ പോരിന് വിളിച്ചപ്പോൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഞങ്ങൾ പൊരുതുമെന്നാണ്. രാഹുലുമായി അവർക്ക് നേരിട്ട് ആശയവിനിമയം ഇല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളൊന്നും എളുപ്പമല്ല. എസ് രാജീവിനെ പോലെ അഭിഭാഷകൻ ഇറങ്ങുന്നു. ഏറ്റവും ശക്തരായ നിയമവിദഗ്ധർ ഹൈക്കോടതിയിൽ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായും രാഹുൽ ഇപ്പോഴും തൻ്റെ ടീമിനെ നിയന്ത്രിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കാൻ. എന്താണ് ഇന്നലെ സെഷൻസ് കോടതിയിലെ കാര്യങ്ങൾ? അതാണ് നമ്മൾ ഏറ്റവും ശക്തമായി പരിശോധിക്കേണ്ടത്. രാഹുലിൻ്റെ അഭിഭാഷകർ വളരെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരുന്നില്ല ജാമ്യ ഹർജി തയ്യാറാക്കപ്പെട്ടത്. രാഹുൽ ഒരു കാര്യത്തിൽ വലിയ വാശി പിടിച്ചു. ഒന്ന്, ആ യുവതിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും യുവതിയുമായി തനിക്ക് ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്നും അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ഇവിടെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സാധാരണഗതിയിൽ അഭിഭാഷകർ ഈ സെക്ഷൽ കോണ്ടാക്റ്റ് എന്നുള്ള ഒരു പോയിന്റ് ഡിനേ ചെയ്തുകൊണ്ടാണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സിലേക്ക് കടക്കുക. ഇവിടെ രാഹുൽ തന്നെ താൻ ആ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ഒരു സംശയം ഉടലെടുക്കുന്നു. സാധാരണഗതിയിൽ ഒരു വിവാഹ ബന്ധത്തിലുള്ളൊരു സ്ത്രീ അതിൻ്റെ ഭ്രൂണത്തിന് ഉത്തരവാദിയായി പ്രാഥമികമായി ഏത് കോടതിയും എൻ്റെ ഭർത്താവിനെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ തന്നെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. താൻ അവരുമായി സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രാഹുലിൻ്റെ അഡ്മിഷൻ.
മറ്റൊന്ന്, രാഹുൽ വളരെ നമ്മൾ ആ രാഹുലിൻ്റെ ജാമ്യ ഹർജിയിലൂടെ കടന്നു പോകുമ്പോഴറിയാം, അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും ഈ യുവതിയെ വലിച്ചിട്ടില്ല. യുവതിയുടെ സ്വഭാവം ചോദ്യം ചെയ്തിട്ടില്ല. യുവതിക്ക് മറ്റുള്ള ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ, അത്തരം നികൃഷ്ടമായ പരാമർശങ്ങളിലേക്ക് രാഹുൽ കടന്നിട്ടില്ല. പകരം യുവതി, ഭർത്താവ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതി, ഈ 3 കഥാപാത്രങ്ങളിലൂന്നിയാണ് അയാളുടെ ഈ ജാമ്യ ഹർജി മുഴുവൻ മുന്നോട്ട് പോയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ജാമ്യ ഹർജിയിൽ ആ യുവതിയുടെ വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജാമ്യ ഹർജിയാണ്. അവരെ വളരെ മലീമസപ്പെടുത്തുന്ന, വളരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ അതിൽ ഉൾപ്പെടുത്താതെ അഭിഭാഷകനും രാഹുലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ നമ്മൾ ഒരു ഡീസൻസി കാണുന്നു. എന്നാൽ മറുവശത്ത് ആളുകൾ പറയുന്നത് ഇത്രയും ലൈംഗിക വൈകൃതമുള്ള, പെർവേർട്ടഡ് ആയിട്ടുള്ള, സെക്ഷുവൽ മാനിയൊക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന തലത്തിലാണ് വിമർശകർ പരിഹസിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നിയമത്തിൻ്റെ കണ്ണിലൂടെ, മറ്റൊന്ന് യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് ഒരു വാർത്താമാധ്യമത്തിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നമുക്ക് ഈ വിധിന്യായത്തിലൂടെ മാത്രം ഇപ്പോൾ ഒന്ന് യാത്ര പോകാം. അതിലപ്പുറം രാഹുലിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ, രാഹുലിനെതിരെയുള്ള മറ്റ് വെളിപ്പെടുത്തലുകൾ, ഒളിഞ്ഞും തെളിഞ്ഞും പല കോണുകളിൽ നിന്ന് പലരായി ഉയർത്തുന്ന ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, അതൊക്കെ അവർ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിൻ്റെ തെളിവുകൾ വരുമ്പോൾ രാഹുൽ അത്രയേറെ നികൃഷ്ടനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത്തരം പരിഹാസങ്ങളിൽ പങ്കുചേരാം. പക്ഷേ തൽക്കാലം സെഷൻസ് കോടതിയിലേക്ക് നമുക്ക് ചെല്ലാം. ഇൻ ദി കോർട്ട് ഓഫ് ദി സെക്ഷൻ ജഡ്ജ് തിരുവനന്തപുരം ഓൺ തേഴ്സ്ഡേ 4th day of December 2025. അപ്പോൾ ഈ വിധിന്യായം ഏകദേശം 22 പേജുള്ളൊരു വിധിന്യായം 25 പാരഗ്രാഫുകളിലായി ഇത് പ്രതിപാദിച്ചിരിക്കുന്നു. ആദ്യ പാരഗ്രാഫുകൾ പൂർണ്ണമായും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ്. പിന്നീട് പ്രതിയുടെ ഭാഗം ഈ വിധിന്യായത്തിൽ വിശദീകരിക്കുന്നു. പക്ഷേ ആ ഭാഗങ്ങളിലൊക്കെ കോർട്ടിൻ്റെ ഒരു കൺക്ലൂഷൻസ് പല പാരഗ്രാഫുകളിലായിട്ട് അവർ പറഞ്ഞു പോകുന്നു. ഏറ്റവും ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായ അവസരത്തിൽ മാത്രമേ ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജാമ്യം നൽകാറുള്ളൂ. പക്ഷേ ഇവിടെ ജാമ്യം അനുവദിക്കുന്നില്ല. എന്നാൽ ജാമ്യം അനുവദിക്കാത്തതിന് നമുക്ക് മുന്നിൽ ഈ വിധിന്യായം വായിക്കുമ്പോൾ വളരെ കുറച്ച് കുറ്റകൃത്യങ്ങൾ മാത്രമേ അവ്യക്തതയോടെ തുടരുന്നു. ഒരു ഉദാഹരണത്തിന് ഗർഭഛിദ്രം പോലെ അപൂർവമായ സംഭവങ്ങൾ. എന്നാൽ നമ്മെപ്പോലെ അതിശയിപ്പിക്കുന്ന തലത്തിൽ പ്രതി മുന്നോട്ട് വെച്ച ഗൂഢാലോചന, രാഷ്ട്രീയ മുതലെടുപ്പ്, ഇത്തരം പ്രതിയുടെ ആരോപണങ്ങൾ ഈ വിധിന്യായത്തിൽ പോലും ജഡ്ജി സംശയിക്കുന്നു. അപ്പോൾ ഇതൊരു ഏകപക്ഷീയ വിധിന്യായമല്ല. മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയാണെങ്കിലും ഇതിൽ പ്രതിയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തകർക്കുന്നില്ല. ബലാത്സംഗം നിലനിൽക്കുന്നില്ല എന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ് ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചില പോയിന്റുകളിലേക്ക് ഒന്ന് ഓടിച്ച് കണ്ണോടിക്കേണ്ടി വരും. കാരണം the specific contention raised by the petitioner is that this case against him is completely politically motivated in a view of the political nexus of CPM and BJP in Kerala. It is submitted that during this election time, this controversy is initiated in order to turn the public attention away from some other controversy. It is also stated that the victim, who is a journalist in a TV channel owned and run by BJP, and her husband, who is a district leader of BJP. Okay. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് അവസാന ഘട്ടത്തിൽ ഈ വിധിന്യായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ദിസ് കോർട്ട് ഈസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്ട് ദാറ്റ് frivolity in prosecution is also a factor to be considered, and that is essential to see whether the complaint is raised only to harass or humiliate the petitioner. കോടതി തന്നെ സംശയം ഉന്നയിക്കുന്നു. In the backdrop of pursuing election and in view of the fact that the petitioner, being a prominent politician, lodging the complaint to ignite a controversy cannot be ruled out. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഇത്തരമൊരു പരാതി ഉയർന്നു വരുന്നതിനെ, നമുക്ക് ഈ ഒരു വിവാദമാകുന്നതിനെ പൂർണ്ണമായി റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ദിസ് കോർട്ട് ഈസ് നോട്ട് ഒബ്ലിവിയസ് ഓഫ് ദി സിനാറിയോ ഓർ ബാക്ക്ഡ്രോപ്പ് upon which this complaint is initiated after a considerable delay. However, in view of the materials placed by the prosecution, which prima facie shows the involvement of the petitioner in the offence alleged.
It appears that the exceptional jurisdiction to grant a pre-arrest bail cannot be invoked in this case. അപ്പോൾ പ്രതിക്കെതിരെയുള്ള ഈ പരാതി പൂർണ്ണമായി കോടതി അതിൻ്റെ പ്രതി ഉയർത്തിയ സംശയങ്ങൾ തള്ളിക്കളയുന്നില്ല. പ്രതി ഒരു പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാകാം ഇത്തരമൊരു ഗൂഢാലോചനയും പരാതിയുമെന്ന വാദം, അതൊക്കെ നിലനിൽക്കെ തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നില്ല. ഈ വിധിയിലെ കാതലായ മറ്റ് ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ഈ ബലാത്സംഗം സംബന്ധിച്ചിട്ടുള്ള നഗ്ന ചിത്രങ്ങൾ കാട്ടി പ്രതി ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു. അത് പക്ഷേ കോടതി അംഗീകരിക്കുന്നില്ല. മറ്റൊന്ന്, ഇതിലെ ഏറ്റവും ഒരു പ്രധാന ഭാഗമെന്ന് പറയുന്നത്, യുവതി പറഞ്ഞിരുന്നത് താൻ വിവാഹിതയാണ്, പക്ഷേ നിയമപ്രകാരമല്ല, മതാചാരപ്രകാരം വിവാഹിതയാണ് എന്ന അഭിഭാഷകൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ ഇവിടെ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ല. 4 ദിവസം മാത്രമേ ഭർത്താവിനൊപ്പം താമസിച്ചുള്ളൂ എന്നാണ് പരാതിക്കാരി പറയുന്നത്. പക്ഷെ പ്രതി ജനുവരി മാസം ഭർത്താവ് പോസ്റ്റ് ചെയ്ത ചില ഫോട്ടോകളൊക്കെ ഇതിൽ കാണിക്കുന്നു. അതിൽ നിന്ന് ഇവർ ദീർഘകാലം വിവാഹ ജീവിതത്തിൽ തുടർന്നിരുന്നു എന്ന് വ്യക്തമാകുന്നുവെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. അതിനെയും കോടതി ഡിനേ ചെയ്യുന്നില്ല. കോടതി അവിടെ പറയുന്നത്, നിങ്ങൾ വിവാഹിതയാണ് അല്ല, അതല്ല ഇവിടുത്തെ പ്രശ്നം. 4 ദിവസമേ ഒപ്പം ഒരുമിച്ച് താമസിച്ചുള്ളൂ എന്നതും ഇവിടെ നമ്മൾ പരിഗണിക്കുന്നില്ല. ദീർഘകാലം ഒരുമിച്ച് താമസിച്ചതും ഇവിടെ പരിഗണിക്കുന്നില്ല. ഇവിടെ ഈ യുവതി ഗർഭിണിയായി ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നു. ഗർഭഛിദ്രത്തിന് ഉത്തരവാദി ഈ പ്രതിയാണ് എന്ന നിലയിൽ സംശയിക്കത്തക്ക ഒട്ടനവധി തെളിവുകളുണ്ട്. അതിലും വളരെ വിശദമാക്കുന്നുണ്ട് കോടതി. ആ തെളിവുകൾ മുഖ്യമായി തെളിവുകൾക്ക് മുഖ്യമായി കോടതി ആശ്രയിച്ചത് പരാതിക്കാരി മുന്നോട്ട് കൊടുത്ത വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖകളുമാണ്. അവിടെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു, ഇത് അപൂർണമാണ്, ഈ വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖയും അപൂർണമാണ്. ബാക്കിയുള്ള വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖയുമൊക്കെ രണ്ടുപേരും അവരുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ആ ഭാഗം കൂടി പരിശോധിച്ചാൽ ഇതൊരു കൺസെൻഷ്വൽ സെക്സാണ് നടന്നതെന്നും ഗർഭചിത്രത്തിന് ഉത്തരവാദി രാഹുലല്ല എന്നും ബോധ്യപ്പെടുമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയെ ശക്തമായി വാദിച്ചുകൊണ്ട് തന്നെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അവിടെ കോടതി കുറച്ചുകൂടി വ്യക്തമാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ പറഞ്ഞത് വളരെ വൾണറബിളായുള്ള ഭാഗങ്ങളാണ് ഈ പരാതിക്കാരി തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അത് വീണ്ടെടുത്ത് ഫോറൻസിക്കിൻ്റെ പരിശോധന നടത്തി അത് തെളിയിക്കാൻ കഴിയും. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത്. കാരണം ജാമ്യം അനുവദിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കും, സമൂഹത്തിൽ വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ്. വലിയ സംശയത്തിനിട നൽകിക്കൊണ്ട് ഇത്തരമൊരു വാദം കൂടി കോടതി അംഗീകരിക്കുന്നു. അപ്പോൾ ഇതിലെ ഒരു സുപ്രധാന ഭാഗമാണത്, ഈ തെളിവുകൾ. ഗർഭഛിദ്രത്തിന് വേണ്ടി ഈ യുവതിയെ രാഹുൽ നിർബന്ധിച്ചോ ഇല്ലയോ, ഇതായിരുന്നു ഏറ്റവും വലിയൊരു ആർഗ്യുമെൻ്റായി അവിടെ ഉയർന്നത്. മറ്റൊന്ന്, ഈ പരാതി നൽകാൻ വന്ന കാലതാമസത്തെക്കുറിച്ച് അതിലും വ്യക്തമായ ആർഗ്യുമെൻറ്റ്സ് നടന്നു. അതിൽ യുവതിയുടെ ഒരു വെളിപ്പെടുത്തൽ അത് യുവതിക്ക് തന്നെ വിനയായി. പിന്നീട് യുവതി പറഞ്ഞത്, താനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ തൻ്റെ സുഹൃത്തിനോട് തൻ്റെ ആശങ്കകൾ പങ്കുവച്ചു. ഒപ്പം ചില വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെ സുഹൃത്തിനെ കാണിച്ചു. ഈ സുഹൃത്ത് ഇത് മീഡിയയ്ക്ക് കൊടുത്തു, ചാനലുകളിൽ വന്നു. ഈ ചാനലുകളിൽ വന്നപ്പോൾ താനാണ് ഇത്തരം വാട്സാപ്പ് ചാറ്റുകളും ശബ്ദരേഖയും ഒക്കെ പുറത്തേക്ക് വിട്ടത് എന്ന് യുവതി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം എന്നാണ് രാഹുൽ വാദിച്ചത്. ഇതിനെ തുടർന്ന് അതുവരെ ഞാനും യുവതിയും തമ്മിലുള്ള ഒരു മെൻ്റൽ റാപ്പോ തകർന്നുവെന്നും ഞങ്ങൾ 2 ധ്രുവങ്ങളിലേക്ക് അകന്നുവെന്നും ഇതിനിടയിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞുവെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാദത്തിനിടയിൽ ഒരു കാര്യം വ്യക്തമായി, ഇരുവർക്കുമിടയിൽ ഒരു സൗഹൃദം നിലനിന്നിരുന്നുവെന്ന്. രാഹുലിൻ്റെ അഭിഭാഷകൻ അത് വളരെ വർണ്ണിച്ചാണ് പോയിരിക്കുന്നത്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നുവെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിന്നാണ് മറ്റ് ബന്ധങ്ങളിലേക്ക് പോയത്. അപ്പോൾ ഈ ഭാഗമൊക്കെ വിശദീകരിക്കുമ്പോൾ കോടതി പ്രതിയെ, നമുക്ക് ഈ വിധിന്യായത്തിൽ ഒരിടത്തും പ്രതിയെ വളരെയധികം അക്യൂസ് ചെയ്യുന്ന ഭാഗങ്ങളില്ല. വിവാഹിതയാണോ അല്ലയോ എന്നുള്ളത് ഒരു ഗർഭിണിയാക്കാനും ഗർഭഛിദ്രം നടത്താനുമുള്ള ഒരു അംഗീകാരമാക്കി കാണാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിധിന്യായത്തിൽ ഓരോ ഭാഗവും എടുക്കുമ്പോഴും ഇതിൽ നമുക്ക് ഒരുപാട് രാഹുലിനു കൂടി അനുകൂലമായ വശങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു അതിജീവിത ഇര എന്നുള്ള നിലയിൽ പൂർണ്ണമായും
രാഹുലിനെ ഇത്തരം വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളി പറയാം, അയാളുടെ ജീവിതം തീർന്നു, അയാൾക്ക് ജാമ്യം കൊടുത്തില്ല, ഇനി അയാൾ ഒരു കാലത്തും തലപൊക്കില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടാതെ നമ്മൾ കടന്നുപോയാൽ ഈ വിധിന്യായത്തിൽ നിന്ന് നമ്മൾ ഒളിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ 12ാമത്തെ ഒരു ഭാഗം, 12ാമത്തെ പാരഗ്രാഫ്, അതിൽ പറയുന്നത് The main allegation as against the petitioner is not that the petitioner had entered into a sexual relationship with the victim by giving a false promise of marriage as one under section 69 of the Bharatiya Nyaya Samhita, but it is one under section 64 of the Bharatiya Nyaya Samhita alleging rape. There is an allegation that the petitioner had committed rape against her will and without her consent, and that too repeatedly, including rape on her knowing that the victim is pregnant. The learned counsel for the petitioner vehemently argued that there can be no promise for marriage with a lady who is already married and the relationship between the two is purely consensual. വിവാഹം കഴിച്ച ഒരു സ്ത്രീക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുന്നു? വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു? ഈ ചോദ്യമാണ് അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയത്. മറ്റൊന്ന്, ആൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഈസ് പ്യുവർലി കൺസെൻഷ്യൽ. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് രണ്ടു പേർക്കിടയിൽ ഉണ്ടായ ബന്ധം. പൂർണ്ണമായും രാഹുലിൻ്റെ അഭിഭാഷകൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. The learned counsel pressed his argument by stating that even the statement given by the victim reveals that the relationship between the two was a romantic relationship. It is discernible from the statement given by the victim that initially the relationship was a romantic relationship and that she fell in the relationship when he invited her to his life for a lifelong relationship, and the sexual relationship initially was with her consent. ഇതാണ് വളരെ വ്യക്തമായി രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച വാദം. ഈ 12ാമത്തെ പാരഗ്രാഫ് വളരെ വിശദമായി ഇതെങ്ങനെ ഗർഭിണിയായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ രണ്ടു കൂട്ടരും മുന്നോട്ട് വെച്ച വാദഗതികൾ പറയുന്നുണ്ട്. ഇതിലൊരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്ന ആഫ്റ്റർ ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ദി ഡിഫക്ടർ ഹെയർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 183 ഓഫ് ദ ഭാരതീയ ന്യായ Nagarik Suraksha Samhita was taken by the magistrate and she had the statement of the gynecologist who had treated the petitioner is also appended along with the report. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഈ ഗർഭാവസ്ഥയിൽ എന്ത് സംഭവിച്ചു, ഗർഭഛിദ്രം നടത്തി, അതിൻ്റെ ശാരീരിക സ്ഥിതി എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏകദേശം ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇരുവിഭാഗത്തിൻ്റെയും വാദം കോടതി കേൾക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ബലാത്സംഗം എന്ന പോയിന്റിലേക്ക് കോടതി കടക്കുന്നില്ല. അക്കോർഡിംഗ് ടു ദ പെറ്റീഷൻ ദ whole story narrated by the victim is false and she was forced to lodge a complaint at the instance of the TV channel where she was working. ഈ ഭാഗവും കോടതിക്ക് ഈ പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്ന കാര്യത്തിൽ കോടതിയും ചില സംശയങ്ങൾ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കോടതിക്ക് ചില സംശയങ്ങളുണ്ട്. ഈ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ എന്ന ആ വലിയ ആർഗ്യുമെൻറ്റിലേക്കും പിന്നീട് കടക്കുന്നു. പിന്നീട് നമുക്ക് ഇതിലെ മിക്ക പോയിന്റുകളിലേക്കും വരുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് കോടതി ഇതിൽ പരാമർശിക്കുന്നു. ഈ വിധിന്യായം പൂർണ്ണമായി കയ്യിലെടുത്ത് നമുക്കൊരു കാര്യം പറയാൻ കഴിയും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ ചാപ്പകുത്തി ബലാത്സംഗക്കാരനായും ഒരു കൊടും പീഡകനായും വിധി എഴുതിയ ഒരു വിധിന്യായമല്ല. ഒരു പ്രതി അയാൾ അർഹിക്കുന്ന എല്ലാ വാദമുഖങ്ങളും കോടതി അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്, പക്ഷെ ജാമ്യം അനുവദിച്ചില്ല. ഇവിടെയാണ് നമ്മൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലെത്തുമ്പോൾ അഭിഭാഷകരുടെ മുഖത്ത് കൂടുതൽ ആത്മവിശ്വാസം വരുന്നതിൻ്റെ ഒരു അർത്ഥം തിരിച്ചറിയേണ്ടത്. ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത്തരമൊരു ജാമ്യ ഹർജി കൊടുക്കാൻ ആദ്യം രാഹുലിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ജാമ്യ ഹർജി ആദ്യം സെഷൻസ് താഴെ തട്ടിലുള്ള കോടതിയിൽ കൊടുക്കണമെന്ന് ഹൈക്കോടതി അടുത്ത കാലത്ത് റൂൾ പുറത്തിറക്കിയിരുന്നു. അതിൻ പ്രകാരമാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത്തരമൊരു ജാമ്യ ഹർജി നൽകിയത്. പക്ഷേ വിധി അനുകൂലമല്ല. രാഹുലിൻ്റെ അഭിഭാഷകർ പറയുന്നത് വിധി അനുകൂലമല്ല എന്ന് തന്നെ കരുതിയാണ് കൊടുത്തിരുന്നത്. എത്രയും പെട്ടെന്ന് ജില്ലാ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതി വളരെ വിശദമായി ഈ കേസിൽ വാദം കേൾക്കും. നിയമപ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം
അനുവദിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഇവിടെ ജാമ്യം അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നു. ഈ വിധിന്യായത്തിലെ ഓരോ വസ്തുതകളും മനസ്സിലാക്കിയാണ് ഇപ്പോൾ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുമെന്ന് നമുക്ക് പ്രാഥമികമായി പറഞ്ഞു വയ്ക്കാൻ കഴിയില്ല. ഇതിനിടയിൽ പുറത്ത് നമ്മൾ കേട്ടായിരുന്നു ഒരു ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയൊന്നും അതിനൊന്നും വലിയ പ്രാധാന്യം വിധിയിൽ കൊടുത്തിട്ടില്ല. പിന്നെ മാധ്യമങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ വന്ന മറ്റ് പരാമർശങ്ങൾ അതിലും വലിയ ഇടമൊന്നും കൊടുത്തിട്ടില്ല. വാസ്തവത്തിൽ പ്രോസിക്യൂഷൻ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പ്രസ്താവനകളും കോൺഗ്രസ് പാർട്ടി ഇയാൾക്കെതിരെ എടുത്ത നടപടികളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പരാതിക്ക് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു നടപടിയെടുത്തത് അവരുടെ ബോധ്യം കൊണ്ടാണ്, ഇയാൾ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന ബോധ്യം കൊണ്ടാണ് എന്നൊക്കെ കോടതിയെ വാദമുഖത്ത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വശം. സെഷൻസ് കോടതിയിലെ വാദത്തിന് ശേഷം പൂർണ്ണമായും പ്രതിയെ കുറ്റപ്പെടുത്തുന്ന ഒരു വിധിന്യായമല്ല പുറത്തു വന്നിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ഈ വിധിയിൽ നമുക്ക് അത്ര ശക്തമായി കാണാൻ കഴിയുന്നില്ല. ഗർഭഛിദ്രമടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിയുടെ ഇൻവോൾവ്മെൻറ്റ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഇവിടെ ജനപ്രതിനിധിയാണ്, മറുവശത്ത് ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇത്തരം ഫാക്ടർ കൂടി കണക്കിലെടുത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല. അതാണ് എൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇവിടെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ പോകുമ്പോൾ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധമാണെന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ, ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ഗർഭഛിദ്രം അതൊരു പ്രതിസന്ധിയായി നിൽക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും പ്രാകൃതമായ ഒരു രീതിയിലാണ് ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചത്. ഒരു ഗുളിക കൊണ്ട് കൊടുക്കുന്നു, അത് കഴിക്കുന്നു, അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തകർന്ന ഒരു അവസ്ഥയിലൂടെ ഈ ഗർഭചിത്രത്തിന്റെ സമയത്ത് അവർ കടന്നു പോകുന്നു. രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ചില ഓഡിയോകൾ നമ്മൾ തന്നെ കേട്ടതാണ്. അപ്പോൾ അതൊക്കെ ഹൈക്കോടതിയിലും വിലയിരുത്തപ്പെടില്ലേ? അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ആ കറക്റ്റ് ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഈ വിധിന്യായത്തിൽ. അതിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് തൊട്ടുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വിശദമാക്കായിരുന്നു. ഇതിൽ ഈ ഗുളിക കൊടുക്കുന്ന ഭാഗമൊക്കെ പറയുന്നുണ്ട്. അതിൽ പ്രതിഭാഗ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമാണ് ഗുളിക എത്തിച്ചത്. യുവതി ഗുളിക കൊണ്ടുവരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഗൂഗിൾ ലൊക്കേഷൻ യുവതി എവിടെയാണുള്ളത് അയച്ചു കൊടുത്തു. അതിൻ്റെയൊക്കെ തെളിവുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഫർദർ തെളിവുകൾ കുറേയേറെ മിസ്സായിരിക്കുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്ന്. അതും വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് കോടതിയോട് പറഞ്ഞിരിക്കുന്നു. ഇനി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പൂർണ്ണ തെളിവുകളുമായി ആയിരിക്കും രാഹുൽ കോടതിയെ സമീപിക്കുക. ഏതെങ്കിലും തലത്തിൽ ഒരു യുവതി ഗർഭഛിദ്രം നടത്തി എങ്കിൽ അതിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം, ഭീഷണി അത് കൃത്യമായി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ മാത്രമാണ് രാഹുൽ വലിയൊരു സമ്മർദ്ദം ഇപ്പോൾ നേരിടുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, രാഹുൽ തന്നെ താൻ ഉഭയകക്ഷി സമ്മതപ്രകാരം ആ സ്ത്രീയുമായി ഒരു ലൈംഗിക ബന്ധമുണ്ടായി എന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ അഡ്മിഷൻ്റെ പുറത്താണ് ഈ കേസ് ഇത്ര രാഹുലിനിപ്പോൾ എതിരായി നിൽക്കുന്നത്. ഇവിടെ ഇനി അറിയേണ്ടത് ഈ ഗർഭചിത്രം അതാണ്. പക്ഷെ ഒരു വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഗർഭിണിയാക്കപ്പെടുന്ന ഒരു ഘട്ടം അത് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന പ്രാഥമിക നിരീക്ഷണം പല കോടതികളും ഇത്തരം കേസുകളിൽ എടുത്തിട്ടുണ്ട് എന്ന ഒരു അഭിഭാഷകന്റെ വാദം ഹൈക്കോടതിയിൽ ഉയരും. ഈ ജില്ലാ സെഷൻസ് കോടതിയേക്കാൾ ശക്തമായി ഉയരും. ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത് ഒരു സ്ത്രീയുടെ ഒരു ഇരയുടെ പ്രശ്നമാണ്, അതിജീവിത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അവർക്ക് മുന്നിൽ. പക്ഷെ ഹൈക്കോടതി എസ് രാജീവിനെ പോലൊരു അഭിഭാഷകൻ നിയമത്തിൻ്റെ ഓരോ നൂലിഴ കീറിയായിരിക്കും ഈ ഒരു കേസിനെ പരിശോധിക്കുന്നത്. നമുക്കിത് ആരെയും കുറ്റപ്പെടുത്തല്ല, നിയമപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ളിൽ വരുന്ന ഓപ്പൺനെസ് മാത്രമാണ് നമ്മുടെ ചർച്ചകളിലുള്ളത്. ഇപ്പോൾ തന്നെ ഈ സെഷൻസ് കോടതിയിൽ പോകുമ്പോൾ യുവതിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലോ ഉള്ള പരാമർശങ്ങളൊന്നും തന്നെ രാഹുൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അവരുടെ വക്കീലന്മാർ നിർബന്ധിച്ചിട്ട് പോലും രാഹുൽ അതിന് സമ്മതിച്ചിട്ടുണ്ടാകില്ല. അതൊരു കുറുക്കന്റെ ബുദ്ധി ആയിക്കൂടാ എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്, അയാൾക്ക് ഇനിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഇതുകൊണ്ടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ചു എന്നും കരുതാൻ കഴിയില്ല. കാരണം ഇതിലും പീഡന കഥകൾ കേട്ടിട്ടുള്ള എത്രയോ നേതാക്കൾ ഇപ്പോഴും പല പദവികളിലും കയറിയിരിക്കുന്നുണ്ട്. പിന്നീട് അതൊരു കോടതിക്ക് മുൻപിൽ എത്തുമ്പോഴും അയാൾ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ എന്നൊരു പരിഗണനയ്ക്ക് വേണ്ടി ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം. അല്ല, നമുക്കതിനെ പൂർണ്ണമായിട്ട് രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ്, അതിക്രൂരനായ ഒരു ക്രിമിനലാണ് എന്നൊക്കെ നമുക്ക് മുഖമടച്ച് പറയാൻ കഴിയില്ല. കാരണം ഇയാൾക്ക് ഒരു വലിയ ഒരു ലൈംഗിക വൈകൃതം എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന അതേ തലത്തിൽ ഇല്ല എങ്കിൽ പോലും
ഇയാളുടെ പദവി ദുരുപയോഗം ചെയ്തു, ഇയാളിലേക്ക് വന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു. അയാൾ ഒരു സെക്ഷുവലി വീക്കായിരുന്നു, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് അയാളുടെ ഒരു ദൗർബല്യം തന്നെയാണ്. പക്ഷെ അതിലപ്പുറം ചിലപ്പോൾ ഈ കൊടും കുറ്റവാളികളുടെ കാര്യമെടുത്ത് ഇപ്പോൾ വീരപ്പൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ വീരപ്പൻ തൻ്റെ സംഘാംഗങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്ത്രീകളെ ഭയങ്കര ബഹുമാനിച്ചിരുന്നു. രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ മിക്ക കുറ്റവാളികൾക്കും അവർക്ക് അവരുടേതായ ചില നന്മയുടെ വശങ്ങളുണ്ട്. ഈ കൊടും കുറ്റവാളികളെക്കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത്തരം ചില കേൾവി അത് സ്വാഭാവികമാണ്. ഇവിടെ രാഹുൽ കൊടും കുറ്റവാളി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് അങ്ങനൊരു നാടകം ആദ്യവസാനം ഇതിൽ സൂക്ഷിക്കുക വയ്യ. കാരണം ആദ്യം ഒരു വെടിക്കെട്ട് പോലെ ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. പല കോണുകളിൽ നിന്ന് പല യുവതികൾ പ്രതികരിച്ചു വരുന്നു. അപ്പോഴൊക്കെ ഇയാൾ നമുക്കറിയാം ഒരു മിതത്വം പാലിച്ചു. പിന്നീട് ഈ യുവതി പരാതി നൽകുന്നു. ഈ യുവതിയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകൾ പുറത്തു വരുന്നു. ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദരേഖ പോലും പുറത്തു പോയിട്ടില്ല. ഒരു ചാറ്റ് പോലും അതിനെ ഡിനൈ ചെയ്യാൻ വേണ്ടി പുറത്തു പോയിട്ടില്ല. യുവതിയെ അധിക്ഷേപിക്കുന്ന ഒരു വാക്കുപോലും ഇയാൾ പറഞ്ഞില്ല. ഇയാളുടെ സൈബർ ടീമിൽപ്പെട്ടവർ പറഞ്ഞെങ്കിൽ അതൊക്കെ ഒരു നിയന്ത്രണത്തിനപ്പുറത്ത്. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് പെട്ടു, പിന്നെ അയാളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്താണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും രാഹുലിനുള്ളിൽ കയറി കോൺഗ്രസ് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതിൽ നിന്ന് വലിച്ചൂരുക പ്രയാസമാണ്, അത് ഒരു സ്വാഭാവികതയാണ്. പക്ഷേ ഇവിടെ രാഹുലിനെ കൃത്യമായി വേട്ടയാടിയെന്ന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. പക്ഷേ രാഹുൽ തെറ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ അയാൾ വേട്ടയാടപ്പെട്ടു. രാഹുലിനെ വേട്ടയാടി വീഴ്ത്തിയവർക്ക് രാഹുൽ മാത്രമല്ല അവരുടെ ലക്ഷ്യത്തിലുള്ളത്. ഇപ്പോൾ ഷാഫിയെ ഉന്നമിച്ചിരിക്കുന്നു. ഇന്നലെ എം എ ഷഹനാസ് ഷാഫിയിലേക്കാണ് പോയിന്റ് നീട്ടിയിരിക്കുന്നത്. സരിൻ, സൗമ്യ സരിൻ, ഇവരൊക്കെ ഷാഫിയിലേക്കാണ് ഇപ്പോൾ തങ്ങളുടെ സംശയം നീട്ടുന്നത്. ഒരു മെൻറ്റർ എന്ന നിലയിൽ രാഹുലല്ല, രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഉണ്ട് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇത് കോൺഗ്രസിൻ്റെ ഒരു യുവനിരയെ ആക്രമിക്കാനുള്ള ഒരു ഉപാധിയായി ചിലർ കാണുന്നു. രാഹുലിൻ്റെ ഒരു വീഴ്ചയ്ക്കപ്പുറം ആളുകൾ പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ യൂത്തന്മാരുടെ എല്ലാം സ്ഥലം കലാപരിപാടിയായിരുന്നു. ഇത് ഒരുത്തം വീണു, ഇനി ബാക്കിയുള്ളവർ വീഴുമെന്നാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്, അത് കാണാതെ പോകാൻ നമുക്ക് കഴിയില്ല. കോൺഗ്രസ് സംഘടന അവരുടെ സംഘടനാപരമായ ദൗർബല്യം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പേരുദോഷം കേൾപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ പടിയടിച്ച് പെണ്ണം വെച്ച് എറിഞ്ഞോടിച്ചു. ഇനി അടുക്കരുത്, ഞങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണ്, നടപടി നമ്മൾ അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ ശരിയാണ്. പക്ഷെ കോൺഗ്രസ് ഒരിക്കലും ഇതുപോലെ ഒരു ഭ്രാന്തനെ അങ്ങനെ ഭ്രാന്തിൽ വളർത്തരുതായിരുന്നു. അത് ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിക്കാമായിരുന്നു, നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കാമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഏത് രൂപത്തിലാണെങ്കിലും, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും, കഴിവുണ്ട്, കയ്യിലിരിപ്പിൻ്റെ കുഴപ്പമാണെന്നാണ് ആളുകൾ പറയുന്നത്. അത് കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിലും ആദ്യം വേണ്ട സംരക്ഷണമൊക്കെ നൽകി. പിണറായി പറഞ്ഞതുപോലെ ഇത് പാർട്ടിയുടെ ഒരു ഭാവി അസറ്റാണ് എന്ന് കേരളത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ പാലക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അങ്ങനെ വളർത്തി വലുതാക്കി. ഒടുവിൽ അയാൾക്ക് ഇത്തരമൊരു സെക്സ് ഭ്രാന്ത് മറ്റുള്ളവർ ആരോപിക്കുന്ന തലത്തിലേക്ക് വളർന്നപ്പോൾ അവനെ വലിച്ചെറിഞ്ഞ് ഗേറ്റൊക്കെ കുറ്റിയിട്ട് ഒരു കാരണവശാലും ഇതിൻ്റെ ഏഴയലത്ത് വരരുത് എന്ന് ആക്രോശിക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറം ഇതിനെ ഒരു രാഷ്ട്രീയപരമായി സമീപിക്കാൻ, രാഷ്ട്രീയപരമായി ഇതിനെ ഒരു തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ അതിനുള്ള ആർജവമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ അത് ഏത് രീതിയിൽ ബാധിക്കും? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കേസ് നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോൾ രാഹുൽ ഇതുവരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഒന്ന്, ഇയാളുടെ ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാളി എന്ന നിലയിലാണ്. ആരൊക്കെ രാഹുലിനെതിരെ തള്ളിപ്പറഞ്ഞിട്ടും രാഹുൽ അവരെ ഒന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ സ്ത്രീ പരാതി ഉന്നയിച്ച സ്ത്രീയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അയാളുടെ ഒരു പൊതു സ്വഭാവമായി വേണം നമ്മളതിനെ കാണാൻ. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയാലും അയാൾ ഇനി കഴിഞ്ഞ തവണ അയാൾക്ക് സംഭവിച്ചൊരു അബദ്ധം ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കും. കാരണം പാലക്കാട്ടേക്ക് എരച്ച് കയറി അവിടെ ഷോ കളിച്ച് ഉള്ള വീടുകളിലൊക്കെ കയറി സെൽഫി എടുത്ത് സ്ത്രീകളെ കുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവിടെ കിടന്ന് ഓളം ഉണ്ടാക്കി, പിന്നീട് സിനിമാ നടികളെ കള്ളത്തിലിറക്കി അവരെ കെട്ടിപ്പിടിച്ച് എന്നെ ഇപ്പോഴും സ്വീകരിക്കാനും ആലിംഗനം ചെയ്യാനും ഇഷ്ടംപോലെ യുവതികളും നടിമാരുമൊക്കെ ഉണ്ട് എന്ന് പരാതിക്കാരുടെ മുന്നിൽ വച്ച് ഉയർത്തി അവരെ പ്രകോപിപ്പിച്ചു. ഇനി അങ്ങനെയുള്ള കലാപരിപാടികൾക്ക് വലിയ സ്കോപ്പില്ല. നമുക്ക് അറിയില്ല ഹൈക്കോടതി ജാമ്യം അനുവദിക്കോ ഇല്ലയോ എന്ന്. എന്തായാലും ഇയാളെ സംബന്ധിച്ച്, രാഹുലിനെ സംബന്ധിച്ച് ഒളിവിൽ നിന്ന് ഹൈക്കോടതിയിൽ കൂടി ഒരു പോരാട്ടം നടത്തട്ടെ.
പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തിറങ്ങി ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ അതിൽ ഒരു വാശിയുടെ ഒരു എലമെൻറ്റ് കൂടി ഉണ്ടാവാം രാഹുലിന്. കാരണം ദുർബലനാണ്, ഏറെ ദുർബലനാണ്. എങ്കിലും ഒരവസാന പോരാട്ടം, ആ പോരാട്ടത്തിനൊടുവിൽ വിധി എന്തുവാകട്ടെ, ഹൈക്കോടതി ജാമ്യം കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, അതൊക്കെ നമുക്ക് നിസ്സംഗതയോടെ നോക്കി നിൽക്കാം. പക്ഷെ ഇതാണ് അതിൻ്റെ പരമാർത്ഥം.